ഓലപ്പാമ്പ് കാണിച്ച് കോൺഗ്രസിനെ ഭയപ്പെടുത്തണ്ട. ഇത് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് തന്നെ നിയമസഭയിൽ ഇത് തെറ്റായിട്ട് ഉന്നയിച്ചു അദ്ദേഹത്തിനെതിരെ. അപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഏത് അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. കേരളത്തിലെ പിണറായിയുടെ നിയന്ത്രണത്തിലുള്ള വിജിലൻസ് വർഷങ്ങൾ അന്വേഷിച്ചു, ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഏറ്റവും പൊതിഞ്ഞ് സംരക്ഷിച്ച അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിക്കെതിരെ കോടതി വിധി വന്നപ്പോൾ LDFിൻ്റെ ഇത്തരത്തിലുള്ള അപജയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടപ്പെട്ടപ്പോൾ അതിനെയൊക്കെ ഒന്ന് വാർത്തയിൽ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതന്ത്രം മാത്രമാണ് ഇത്. അതൊന്നും UDF ഭയപ്പെടില്ല. പ്രതിപക്ഷ നേതാവ് ധീരമായിട്ട് തന്നെ അതിനെ നേരിടും, നിയമപരമായിട്ട് നേരിടും, രാഷ്ട്രീയമായിട്ട് നേരിടും. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, അതൊരു ഓലപ്പാമ്പാണ്. ഓലപ്പാമ്പ് കൊണ്ട് പേടിക്കില്ല. ഇപ്പോൾ KPC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. കാൽനൂറ്റാണ്ടായി നിയമസഭയിൽ അങ്ങ് സതീശനൊക്കെ ഒപ്പമുള്ളതാണ്. ഈ കേസ് നേരത്തെ സഭാതലത്തിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഗവൺമെൻറ് ഏതെല്ലാം രീതിയിൽ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനെയും എതിരെയുള്ള കേസുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് കള്ളക്കേസുകൾ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് നേരത്തെയുള്ള കാര്യമാണ്. ഈ ഗവൺമെൻറ് വന്ന ഉടനെ തന്നെ എടുത്ത കേസുകൾ പരിശോധിച്ചാൽ മതി. ഇത്തരം ഒരുപാട് കേസുകൾ അവർ കുറേ കേസ് അന്വേഷിക്കുന്നു, അത് കഴിഞ്ഞിട്ട് CBIക്ക് വിടുന്നു. ഇതൊക്കെ കൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം തകർക്കാമെന്നൊന്നും LDF വ്യാമോഹിക്കേണ്ട കാര്യമില്ല, മുഖ്യമന്ത്രി വ്യാമോഹിക്കേണ്ട കാര്യമില്ല. ഈ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് വീട് വെച്ചു കൊടുത്ത പദ്ധതിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.